രാമേന്ദ്രൻ സാറിനെ എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഉപദേശക സമിതി പ്രസിഡന്റായ ശ്രീ പ്രശാന്തൻ PS, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഉപദേശക സമിതി സെക്രട്ടറി ലതാ ശശിധരൻ, അദ്ദേഹത്തെയും അല്ലെങ്കിൽ അവർകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഉത്സവത്തിന്റെ നെടുന്തൂണായ ശ്രീ സജീവ് സാറിനെയും പ്രത്യേകിച്ച് നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഓരോരുത്തരെയും ഓരോ കുരുന്നുകളെയും ഈ സ്റ്റേജിലേക്ക് വിളിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി അതിലുപരി എന്നോട് ക്ഷമിക്കണം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പരിപാടികൾ ഭംഗിയായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ എല്ലാ ആസ്വാദക വൃന്ദങ്ങളോടും ഭക്തരോടും നാട്ടുകാരോടും പ്രത്യേകിച്ച് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പേര് വിളിക്കുന്ന ക്രമത്തില് ഓരോരുത്തരായി നമ്മുടെ സ്റ്റേജിലേക്ക് എത്തണം. ആദ്യമായി ലക്ഷ്മി S. നമ്മുടെ ഗുരുദേവർക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കണേ. അടുത്തതായി കൃഷ്ണേന്ദു M. അടുത്തതായി ശിവദ J. അടുത്തതായി നമ്മുടെ ഈ നൃത്ത ഗ്രൂപ്പിലെ ഏറ്റവും കുരുന്ന് ആദിദേവ് N. അടുത്തതായി ദക്ഷിണ ദീപു. അടുത്തതായി ആഷ്ന N. അടുത്തതായി സായുജ്യ സുനിൽ. അടുത്തതായി നമ്മുടെ ഈ ഉത്സവ ചടങ്ങില് 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. കുണ്ടയത്തുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി ഈ പ്രദേശമെമ്പാടും ഈ ദേശത്തുള്ള ഒട്ടേറെ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഉത്സവ ദിവസങ്ങൾ കലാപരിപാടികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ അവതരിപ്പിച്ച അമ്മ കലാക്ഷേത്രപ്പോൾ അതിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത്. കൂടുതലായി സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഈ കലാസമിതിക്ക് അതിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വാമി അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ കമ്മിറ്റി പ്രശാന്ത്, സതീശൻ, അതുപോലെയുള്ള കമ്മിറ്റി അംഗങ്ങൾ അവരുടെ വളരെ പരിശ്രമം. നമുക്കറിയാം ഈ പ്രദേശത്ത് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലുമൊക്കെ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഉത്സവം നടക്കുന്നത്.
അവരുടെ ശ്രമകരമായ അവരുടെ അധ്വാനം കൊണ്ടാണ് ഈ പരിപാടി ഈ ഉത്സവം ഇത്രയും ഭംഗിയാവാൻ കഴിഞ്ഞത്. അവർക്കൊക്കെ തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സർവോപരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ ഒരു കാര്യം പറയാം. നമ്മുടെ സ്വാമി അയ്യപ്പസ്വാമിയെ സംബന്ധിക്കുന്നിടത്തോളം നമ്മളൊക്കെ വലിയ വിശ്വാസികളാണ്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ, അതുപോലെ ദ്വാപര യുഗത്തിലെ ശ്രീകൃഷ്ണൻ, കലിയുഗ വരദനാണ് സാക്ഷാൽ അയ്യപ്പൻ. നമുക്ക് ഏവർക്കും വളരെ കൂടുതൽ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവൻ. ഈ ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യം ഓർത്തിരിക്കേണ്ടത്, ശബരിമലയിൽ സാക്ഷാൽ ധ്യാന നിരതനായ സ്വാമി അയ്യപ്പനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതുപോലെ അച്ചൻകോവിലിൽ അയ്യപ്പനുണ്ട്, കുളത്തൂപ്പുഴയുണ്ട്, കുളത്തൂപ്പുഴയിൽ ബാലനാണ്. അതുപോലെ അച്ചൻകോവിലില് നിദ്രാനായി നിൽക്കുന്ന ആളാണ്. അതുപോലെയുള്ള വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലും സ്വാമി അയ്യപ്പൻ നമ്മുടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് നമുക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്തെ ഒരു ക്ഷേത്രം ഉണ്ടായതും ഈ കുണ്ടയത്തുകാവിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയായതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു കാര്യം, മതമൈത്രിയുടെ നിതാന്തമാണ് ഈ അയ്യപ്പസ്വാമി ക്ഷേത്രം. വാവര് സ്വാമിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഓർമ്മ കാണും. ആരാണ് വാവര് എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം സുഹൃത്ത്. അദ്ദേഹം വലിയ ധനാഢ്യനൊന്നുമായിരുന്നില്ല, പക്ഷേ കായികാഭ്യാസം കൊണ്ട് ബലവാനും വളരെ ബലിഷ്ഠനുമായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം വ്യാപാര രംഗത്ത് സമർത്ഥനായിരുന്ന ഒരു കാലഘട്ടം. അതായത് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന കുരുമുളക് വ്യാപാരം. നമ്മുടെ രാജ്യത്തിൽ നിന്നും കേരളത്തിൽ നിന്നും സമാഹരിക്കുന്ന കുരുമുളക് കപ്പൽ കയറ്റി അറബി രാജ്യങ്ങളിൽ കച്ചവടം നടത്തുന്ന ആളായിരുന്നു വാവര് സ്വാമി. എന്നാൽ അദ്ദേഹം ഈ കുരുമുളക് സമാഹരണത്തിന് വന്നപ്പോൾ, ആലപ്പുഴ വന്നപ്പോൾ പന്തളം രാജാവ്